ഒട്ടകത്തിന്റെ മണ്ടേ കയറണം. അതെന്നെ തള്ളിയിടും. കുതിരയുടെ മണ്ടയിൽ കയറണം. അതെന്നെ തള്ളിയിടും. ഹലോ ഗായ്സ്, ഒരുപാട് നാളായി അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ് അവർക്ക്. നമ്മളിപ്പോൾ പോകുന്നത് പൂവാർ ഐലൻഡ് റിസോർട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് അവരുമൊത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഐലൻഡ് റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ടത് ബോട്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ബോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആസ് യൂഷ്വൽ 2 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഒരു 1:30 ആയപ്പോഴേ എത്തി കേട്ടോ. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 കിലോമീറ്റർ അപ്പോൾ നമ്മൾ ബോട്ടിൽ പോകേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും പിന്നെ നമ്മളെ ഫാമിലിയും വേറൊരു ഫാമിലിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്റർ 15 മിനിറ്റ്സ് നമ്മൾ ബോട്ടിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ബോട്ട് യാത്ര എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എന്തെങ്കിലും പറയ്. അടിപൊളിയാണ്. എന്റെ പേരെന്താ? ബിനു. ജിനു അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ജിനിച്ചേട്ടനാണ് കേട്ടോ നമ്മളിന്ന് ബോട്ടിൽ കൊണ്ടുവന്ന്. ഗൈസ്, ഇപ്പോൾ ഫൈനലി നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. പൂവാർ ഐലൻഡ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. കയറിക്കോ. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ കയറുന്നത് തോന്നല്ലേ? അല്ലേ? ഈ ഒരു വണ്ടിയിൽ ഇതുവരെയും കയറിയിട്ടില്ല ഗൈസ്, ഞാനും കയറിയിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും മറ്റുള്ള ഗസ്റ്റുകളും കൂടെ വരാനുണ്ട്. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഫാമിലി. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകും. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസപ്ഷനിലോട്ട് പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. അവർ വെൽക്കം ചെയ്യാണ് കേട്ടോ. ഇതവരൊരു രീതിയാണ്. നമസ്കാരം.
ഗൈസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പേരെന്തായിരുന്നു? ലക്ഷ്മിയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയാണ് നമ്മൾ ഇന്ന് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ റൂംസിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി പറഞ്ഞു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. സർവീസ് എനിക്ക് സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ റിസോർട്ട്സിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സർവീസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു വെൽക്കം കിട്ടി, നല്ലൊരു ഡ്രിങ്ക്സ് കിട്ടി. സോ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇന്നിപ്പോൾ നമുക്കിവിടെ ഒരു കളരിപ്പയറ്റിൻ്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. വഴിയെ കാണാം. കഴിച്ചപ്പോൾ നമ്മളിത് റൂമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ആദ്യം അമ്മയോട് തന്നെ ചോദിക്കാം, എന്താണ് റൂമിനെ പറ്റി, എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്, അടിപൊളി റൂമാണ്. കഴിച്ചപ്പോൾ നമുക്ക് റൂം ഒന്ന് ചുറ്റിക്കാണാം. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മളിപ്പോൾ 3 പേരാണ് കേട്ടോ ഈ റൂമിൽ. അപ്പോൾ ബെഡ് 2 പേർക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. ആൻഡ് എനിക്കൊരു എക്സ്ട്രാ ബെഡ് ടൈം ആകുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ടി വി വരുന്നുണ്ട് ഗൈസ്. അതുപോലെ നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പിക്ചർ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അൽമാര കബോർഡ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതാണ് നമ്മുടെ റൂം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്കിതുപോലെ ചെയേഴ്സും അതുപോലെ ഇവിടെ ഒരു ഊഞ്ഞലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഹെമോക്ക്. കഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവരെന്തായാലും ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാന്നുള്ള പ്ലാനിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. അവർ ഇവിടെ ഉണ്ട് 2 പേരും. ഇപ്പോൾ ലഞ്ച് പറഞ്ഞിരുന്നു കേട്ടോ. ലഞ്ചിന് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും അതുപോലെ പറഞ്ഞ് 3 ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബട്ടർ ചിക്കൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഒരു ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഗൈസ്, ഇപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പൂൾ ഏരിയ. അത്യാവശ്യം വലിയൊരു പൂളാണ്. ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മനോഹരമായിട്ട് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. പനയാണെന്ന് തോന്നുന്നു ഗൈസ്. പനയുണ്ട്, കമുകുണ്ട്, തെങ്ങുണ്ട്, അതുപോലെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ചെടികളൊക്കെ ഉണ്ട്. എല്ലാം അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എവറി ഡേ 1 സപ്ലൈ ഓക്സിജൻ ഫോർ അപ് ടു 4 പീപ്പിൾ, ഡോണ്ട് യു തിങ്ക് ഐ എം വർത്ത് സേവിങ്. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആക്ടിവിറ്റി ഏരിയ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു കിഡ്സിൻ്റെ ഒരു പാർക്കാണ്. ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടെ പെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്, അല്ലാതെ ഉള്ള ആക്ടിവിറ്റീസും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം മുന്നോട്ട് നടക്കാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ദേ നമുക്ക് ഇവിടെ ബാസ്കറ്റ് ബോൾ വരുന്നുണ്ട്. അതുപോലെ ദേ മറ്റേ ഇങ്ങനെ പിടിച്ച് കയറി അപ്പുറത്ത് ഇറങ്ങുന്ന പരിപാടിയുണ്ട്. അതുപോലെ ഈ ടയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ട്രാക്ക് തിരിച്ചിട്ടേക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ ഊഞ്ഞാൽ, വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നെറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്. അവർ രണ്ടുപേരും മരത്തണൽ പിടിച്ചിട്ടുണ്ട്. ഇതെന്താ? പുന്നമരോ? പുന്നയ്ക്ക. ഈ പുന്നയ്ക്ക എന്തോ പറക്കി കൊടുത്താൽ എന്തോ കിട്ടുമായിരുന്നല്ലോ, പൈസ അല്ലേ? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് കോട്ടേജസ്. അപ്പോൾ ഇവിടെ നമുക്ക് താമസിക്കാം. ഇത് നമുക്ക് വെള്ളത്തിലാണ് ഈ ഒരു കോട്ടേജ് നിൽക്കുന്നത് കേട്ടോ. ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, നമ്മളെ ആട്ടുകല്ലില്ലേ, പണ്ടത്തെ ആട്ടുകല്ല്, അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. മറ്റൊരു മോഡൽ എന്നോണം ചെയ്തു വെച്ചിട്ടുണ്ട്. ചേട്ടാ, ബീച്ചിൽ പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? 10 മിനിറ്റ്. നമ്മൾ ആഫ്റ്റർ ടീ വരട്ടെ? ആഫ്റ്റർ ടീ കഴിഞ്ഞിട്ട് വരട്ടെ? ടീ കഴിഞ്ഞിട്ട് വരാം. ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ്. ഗോൾഡൻ സാൻഡ് ബീച്ച് അല്ലേ? ഗോൾഡൻ സാൻഡ് ബീച്ച് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് ബാബു. ബാബു അല്ലേ? പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാലുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഉറങ്ങാൻ തന്നെ ഭയങ്കര രസമായിരിക്കും ഗൈസ്. കാരണം ഈ നല്ല തണലാണ്. ഇതാണല്ലോ തീ കാറ്റൊക്കെ കൊണ്ട് കിടക്കാൻ ഈവനിങ് ടൈമിൽ ഭയങ്കര ഒരു ഫീലായിരിക്കും കേട്ടോ. ഇത് നോക്കിയേ, കണ്ടോ? അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ സൺസെറ്റ് ബാർ കേട്ടോ. ഇവിടെ ഒരുപാട് മെനുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചായക്കട വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണോ ടീ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ നിന്നാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ടീ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പൂവാർ ചായക്കട, നല്ലൊരു പേരൊക്കെ ഇട്ട്. എന്താ പേര്? എൻ്റെ പേര് ജിൻസൺ. ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, IT മാനേജറാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ, അതോ ഇതാണോ? നമുക്ക് വേറെ ഒന്നുകൂടെ ഉണ്ടല്ലേ? ടിഫിൻസ്, ഓക്കെ. ആയുർവേദ റെസ്റ്റോറൻറ്റ്. ആയുർവേദ റെസ്റ്റോറൻറ്റ്. ആയുർവേദ ഗസ്റ്റിന് വേണ്ടി അങ്ങനത്തെ ഫുഡാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ. ഗൈസ്, ഇപ്പോൾ ഇവിടുന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതേ നമ്മുടെ ചേട്ടൻ ചായ അടിക്കുന്നുണ്ട്. ഒരു കോഫിയും 2 ടീയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ബിസ്ക്കറ്റ്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്. ഇത് കോംപ്ലിമെൻ്ററി ആണ്. നമ്മുടെ കോഫി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കോഫി കൊണ്ടുപോയിട്ട് ആ വ്യൂ കണ്ടിരുന്ന് കുടിക്കാം. അവരകത്തിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. സൺസെറ്റിന് സമയമായി. അപ്പോൾ നമുക്ക് കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. ഇവിടെ ഗോൾഡൻ സാൻഡ് ബീച്ച്. ഗൈസ്, അപ്പോൾ ആ കിടക്കുന്ന ഹിറ്റാച്ചി വെറുതെ കിടക്കുന്നതല്ല. ഇപ്പോൾ ഞാനിവിടെ ചോദിച്ചൊരു ചേട്ടൻ്റെ അടുത്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാനായിട്ട്. അതായത് ഇവിടെ ഫിഷിംഗ് ഹാർബർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണി നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹിറ്റാച്ചി അവിടെ കിടക്കുന്നത്. കാരണം അതിങ്ങനെ ഒരുപാട് മണ്ണിങ്ങനെ കോരി ഇടുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ നല്ലൊരു ഫീല് തോന്നിയില്ല ഗൈസ്. കാരണം
അത് ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണല്ലോ. പക്ഷെ അതൊരു പണിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. റോഡ് പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടുന്ന് റോഡ് ഇങ്ങോട്ട് പണിത് വരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. യോഗ സെൻറ്ററിൽ പോയാ രണ്ടുപേരും? അവിടെ പോയിട്ട് വന്നു. രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6-7 മണിക്ക് പോയി കഴിഞ്ഞാൽ യോഗ ചെയ്യാം. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കും. താല്പര്യമുണ്ടല്ലേ? പോകും. രാവിലെ എണീക്കോ? ഞാൻ വീഡിയോയിൽ ഇടും കേട്ടോ ഇത്. എണീക്കും ഉറപ്പാണ്? എണീക്കും. ഓക്കെ, അപ്പം ഞാൻ കൊണ്ടുപോവാം. അച്ഛൻ എണീക്കോ? അച്ഛൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മളിവിടെ ഈ ഒരു യോഗ നല്ലതാണല്ലേ. നമ്മളെന്തായാലും ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കോഫി കുടിച്ചിട്ട് നേരെ പോയത് ബോട്ട് ജെട്ടിയിലാണ് കേട്ടോ. അവിടുന്ന് ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് ഒരു യാത്ര. വലിയ തിരമാലകളുള്ള അപകടകാരിയായ എന്നാൽ അതിമനോഹരമായ ഒരു ബീച്ചാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. ബോട്ടിലിരുന്ന് തന്നെ അസ്തമയ സൂര്യനെ കാണാമായിരുന്നു. അതിമനോഹരം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ആറ് മണി വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. 6 മണിയാകുമ്പോൾ സണ്ണ് സെറ്റാവും. അപ്പോൾ അതുവരെയാണ് ഇവിടുത്തെ ടൈം എന്നാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് ആയിരുന്നാലും പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം കാണാം. ഒട്ടകത്തിൽ കയറാനായിട്ട് ഒരാൾക്ക് 200 രൂപയാണ് ഗൈസ്. ഇനി 2 പേരാണെങ്കിൽ 300 രൂപ അങ്ങനെയാണ്. പക്ഷെ എന്തോ ചവയ്ക്കുന്നുണ്ട് കാര്യമായിട്ട്. ദേ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണോ മേടിച്ച് കഴിക്കാം. നമ്മളെ കൂടെ 2 പേരുണ്ടായിരുന്നു ഗൈസ്. അവർ ഇത് കണ്ടപ്പോൾ എന്നെ ഇട്ടിട്ട് എവിടെയോ പോയി. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കിനി കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. 2 പേരും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അവർ ഒട്ടകത്തിൻ്റെ മണ്ടയിലും കുതിരയുടെ മണ്ടയിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം കയറുന്നു എന്ന്. എനിക്ക് തോന്നുന്നില്ല, കാരണം പേടിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു നോക്കാം നമുക്ക്. ഒട്ടകത്തിൻ്റെ മണ്ടയിൽ കയറണം? അതെന്നെ തള്ളിയിടും. കുതിരയുടെ മണ്ടയിൽ കയറണം? അതെന്നെ തള്ളിയിടും. ഒരു ചാൻസേ കിട്ടുള്ളൂ. കയറണം? കയറുന്നെങ്കിൽ കയറാം. കയറുന്നില്ലേ? പേടിയാണ്? ഇനിയിപ്പോ ഞാൻ എഴുതി വെക്കുവേ. കടലമ്മ ഓടി വാ. അടിപൊളി അടിപൊളി. ചേട്ടാ ഹൗ മച്ച്? 120. 100 rupees. ഓക്കെ ഓക്കെ. 100 rupees 100 rupees ആണ് കുതിരയുടെ മണ്ടിൽ കയറുന്നതിന്. അല്ല വൈറ്റ് കുതിര. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് കുതിരയല്ല ഗൈസ്. കാരണം കുതിര നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ദേ ഒട്ടകമാണ്. പക്ഷെ ഒരു കണക്കിന് ആലോചിച്ചാൽ ഗൈസ് കഷ്ടമാണ് കേട്ടോ. കാരണം മരുഭൂമിയിൽ കിടക്കേണ്ട ഒരു സാധനം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് എത്രത്തോളം ഇത് ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പുള്ളിയാണ് അതിനെ മേയ്ക്കുന്നത്. ഓഹോ, നമ്മൾ ചോദിച്ചപ്പോൾ ഒരു ഡിസ്കൗണ്ടും തന്നില്ല. സാമിക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കാനേട്ടാ. കൊള്ളാലോ, നീ ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ്.
പിന്നെ ഇവിടെ കുഞ്ഞു കട വരുന്നുണ്ട് കേട്ടോ. കരിക്ക്, നൊങ്ക്, അതുപോലുള്ള ഉപ്പിലിട്ട നെല്ലിക്ക ആസ് യൂഷ്വൽ, അതുപോലെ പൈനാപ്പിൾ, മാങ്ങ എല്ലാം ഉണ്ട്. ഗൈസ്, അപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ബോട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും. റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബൊഫയാണ്. അപ്പോൾ ഒരുപാട് ഡിഷസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. വെജുണ്ട്, നോൺ വെജ് ഉണ്ട്, സലാഡ്, പിന്നെ വേറെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണം എടുത്ത് കഴിക്കാം. അവരവിടെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫിഷ് പെപ്പർ ഫ്രൈ വരുന്നുണ്ട്, അതുപോലെ ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ എന്താ ഉത്തർ ദക്ഷിൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. ആൻഡ് ഇവിടെ ഇതാ സൂപ്പ് വരുന്നുണ്ട് കേട്ടോ. കൗണ്ടി ചിക്കൻ ചങ്ക്സ് ആൻഡ് നൂഡിൽ സൂപ്പ് വരുന്നുണ്ട്. അതുപോലെ സാലഡ്സ്, ഇവിടെ സാലഡ്സ് വരുന്നുണ്ട്. ഒരുപാട് സാലഡ്സ് ഓടിച്ച് പോവാണ് ഗൈസ്. അതുപോലെ വെജിറ്റേറിയൻ സെക്ഷൻ വരുമ്പോൾ ഇവിടെ വെജ് ബർഗർ, പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവിടെ പൊറോട്ട ഇരിപ്പുണ്ട്, പുലാവ് ഇരിപ്പുണ്ട്, ആൻഡ് ഇതെല്ലാം റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെജ് സെക്ഷനാണ്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഡെസേർട്ട് ഐറ്റംസ്, കേക്ക് ഉണ്ട്, ഡേറ്റ്സ് ആൻഡ് റൈസ് ഫ്ലേക്സ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഐസ്ക്രീം ഉണ്ട്. ഹായ്, പേരെന്താ? അഞ്ജന. അഞ്ജന അല്ലേ? അഞ്ജനയാണ് നമുക്ക് വന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ കേട്ടോ. ആളുടെ പേരെന്താ? നന്ദ. പെട്ടെന്ന് ഭയങ്കര ഷൈ ആണെന്ന് തോന്നുന്നു. ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര ശരിയാ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നേരെ പോയത് കളരിപ്പയറ്റ് കാണാനാണ്. 20 മിനിറ്റ് വരുന്ന പ്രോഗ്രാം ശരിക്കും നമ്മളെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തി. കളരി അഭ്യാസമൊക്കെ കണ്ട് ഒരു 10 മണിയോടെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചുപോയി. ഒരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു കേട്ടോ. അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കിനും പിന്നെ അടുത്തുള്ള യോഗ സെൻറ്ററിലും പോയി. വിശാലമായ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു 11 മണിയോടെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഗൈസ്, ഇപ്പോൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ നിന്ന് നമ്മളിത് ഇറങ്ങി കേട്ടോ. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. നമ്മളിപ്പോൾ നേരെ ബോട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി ആണല്ലോ? അടിപൊളിയായിരുന്നല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ഇനിയും ഇങ്ങനെയൊക്കെ വരാൻ പറ്റട്ടെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.